ഉറപ്പു നൽകിയെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. തൃശൂരിലും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. പാടൂർ സ്വദേശിയായ 7ാം ക്ലാസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, കോഴിക്കോടിന് പുറമെ ഇപ്പോൾ തൃശൂരും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. രോഗവ്യാപനം എങ്ങനെയാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? വിശദാംശങ്ങൾ. ഹരിത, ഇക്കഴിഞ്ഞ ജൂൺ 1-നാണ് ഈ 7ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിയെ, തൃശൂർ വെങ്കിടങ്ങ് പാടൂർ സ്വദേശിയാണ് വിദ്യാർത്ഥിയെ പനിയെ തുടർന്ന് ആദ്യം പാടൂരിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോയത്. അവിടെ പനി കൂടിയതിനെ തുടർന്ന് ജൂൺ 2-ന് തൃശൂരിലെ മറ്റൊരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പനിക്ക് യാതൊരു കുറവും ഉണ്ടായില്ല. പനി കൂടി തന്നെ വരികയായിരുന്നു. ഇതേ തുടർന്ന് കുട്ടിയെ അവിടെ നിന്നും ഈ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്നും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ ചികിത്സയിലിരിക്കുകയാണ്. കുട്ടിയുടെ സ്രവം പുതുച്ചേരിയിലെ ലാബിൽ അയച്ച് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് ഇത്തരത്തിൽ അണുബാധ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചത്. പിന്നീട് കുട്ടിയുടെ ആരോഗ്യനില വഷളാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയത്. വെന്റിലേറ്ററിലേക്ക് മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇതേ തുടർന്ന് ഗുരുതരാവസ്ഥയായ കുട്ടിയെ ഇക്കഴിഞ്ഞ ജൂൺ 16-നാണ് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ അവിടെ വെച്ച് തന്നെ വീണ്ടും പരിശോധന നടത്തിയപ്പോഴും രോഗം ഉറപ്പിക്കുകയായിരുന്നു. പരിശോധനാ ഫലം പോസിറ്റീവായി തന്നെയാണ് അവിടെയും ലഭിച്ചത്. തുടർന്ന് ഒരാഴ്ച അവിടെ വെന്റിലേറ്ററിലായിരുന്നു കുട്ടി ശ്വസിച്ചും അതുപോലെ മറ്റ് ജീവൻ നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ ഒരാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുട്ടിയുടെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതി ഉണ്ടായി. ഇതേ തുടർന്ന് വെന്റിലേറ്ററിൽ നിന്നും മാറ്റി ഇപ്പോൾ കുട്ടിയെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വളരെ മെച്ചപ്പെട്ട നിലയിലാണെന്നാണ് അമൃത ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കുട്ടി ഇപ്പോൾ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ദിവസങ്ങളോളം വേണ്ടിവരും കുട്ടി പൂർണ്ണ ആരോഗ്യരായി മടങ്ങിയെത്താൻ. എന്തായാലും ആശ്വാസ വാർത്ത തന്നെയാണ്. ഇത്തരത്തിലൊരു വലിയ അസുഖം ബാധിച്ച് അപകടാവസ്ഥ തരണം ചെയ്തിരിക്കുന്നു. കുട്ടി ആരോഗ്യനിലയിൽ വലിയ പുരോഗതി വന്നിരിക്കുന്നു. കുട്ടിയെ വെന്റിലേറ്ററിൽ നിന്നും ഇപ്പോൾ വാർഡിലേക്കും റൂമിലേക്കും എല്ലാം മാറ്റിയിരിക്കുന്നു. നമുക്കറിയാം, വലിയ ഭീതിയോടെയാണ് ഇത്തരത്തിലുള്ള ഈ അസുഖത്തെ നമ്മൾ നോക്കിക്കാണുന്നത്. കാരണം കോഴിക്കോടും മറ്റു സ്ഥലങ്ങളിലും മരണത്തിന് വരെ ഇടയാക്കിയ അസുഖമാണ്. എന്തായാലും ആരോഗ്യവകുപ്പ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ വീട്ടിലും ബന്ധുക്കളുടെ അടുത്തും എല്ലാം കാര്യങ്ങൾ തിരിക്കുന്നത്. ഇത്തരത്തിലാണ് കുട്ടിക്ക് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അണുബാധ ഉണ്ടാവാൻ കാരണമെന്നത് ഉൾപ്പെടെ കുട്ടി പ്രത്യേകിച്ച് അങ്ങനെ വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുളവുമായും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് വീട്ടുകാർ പറഞ്ഞത്. എന്തായാലും ആകെ വീട്ടുകാരും ബന്ധുക്കളെല്ലാം പറയുന്നത് കുട്ടി പാടത്ത് പന്ത് കളിക്കാനായി പോകുന്ന ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്. അത്തരത്തിൽ ഒരു സാധ്യത മാത്രമാണ് ഇത്തരത്തിൽ അണുബാധ കുട്ടിയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കാരണമായി പറയുന്നത്. എന്തായാലും ആരോഗ്യവകുപ്പ് തൃശൂർ DMOയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് മറ്റു കുട്ടികൾക്കൊന്നും ഇത്തരത്തിൽ പനി ഒന്നും ഇതുവരെയും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുട്ടികളുടെ സഹപാഠികളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആയ ആർക്കും ഇത്തരത്തിൽ പനിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് തൃശ്ശൂരിലെ ആരോഗ്യ വിഭാഗം അറിയിക്കുന്നത്. എന്തായാലും വിശദമായ പരിശോധനയ്ക്ക് തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ മുന്നിട്ടിറങ്ങുന്നത്. എന്തായാലും ആശ്വാസകരമായ വാർത്തയാണ് നമുക്ക് വരുന്നത്. എന്തായാലും കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. കുട്ടിയെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ശ്വസിച്ചിരുന്ന കുട്ടിയെ ഇപ്പോൾ ഭേദമായതിനെ തുടർന്ന് ഇപ്പോൾ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ വിവരം നമുക്ക് ലഭിക്കുന്നത്. ഹരിത. ശരി, അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ ചൊല്ലി ഇളകി മറിഞ്ഞ് നിയമസഭ.